നമസ്കാരം. ആം ആദ്മി പാർട്ടിയിൽ ആഭ്യന്തര തർക്കങ്ങൾ രൂക്ഷമാകുന്നതിന്റെ സൂചനകൾ നൽകി മുതിർന്ന നേതാവ് രാഘവ് ചന്ദയെ. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്തിൽ തകർക്കാനാകാത്ത വിശ്വാസം. രാജ്യസഭയിൽ നിന്ന് മാറ്റണമെന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്നത്. നിലവിൽ രാഘവ് ചന്ദയെ രാജ്യസഭയിലെ പാർട്ടി ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്നും നീക്കിയിരിക്കുകയാണ്. പകരം അശോക് മിത്തലിനെ പുതിയ ഡെപ്യൂട്ടി ലീഡറായി നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യസഭാ സെക്രട്ടേറിയറ്റിന് ആം ആദ്മി പാർട്ടി കത്ത് നൽകിയിരിക്കുകയാണ്. രാഘവിന് പകരം പഞ്ചാബിൽ നിന്നുള്ള MP അശോക് മിത്തലിനെ രാജ്യസഭ ഉപനേതാവ് ആക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി രാജ്യസഭയിൽ രാഘവ് ചന്ദയ്ക്ക് സംസാരിക്കാൻ സമയം നൽകേണ്ടതില്ല എന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബിൽ നിന്നുള്ള MP-യാണ് രാഘവ്. നിലവിൽ രാജ്യസഭയിൽ ആം ആദ്മിക്ക് 10 MP-മാരാണ് ഉള്ളത്. ഇതിൽ 7 പേർ പഞ്ചാബിൽ നിന്നും 3 പേർ ഡൽഹിയിൽ നിന്നുമാണ്. ആം ആദ്മി പാർട്ടിയുടെ തുടക്കം മുതൽ തന്നെ പാർട്ടിയിൽ സജീവമായ ഒരു വ്യക്തിയാണ് രാഘവ് ചന്ദ. 2023 മുതൽ ആം ആദ്മിയുടെ രാജ്യസഭയിലെ ഡെപ്യൂട്ടി ലീഡറായിരുന്നു രാഘവ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ താരപ്രചാരകരുടെ പട്ടികയിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാഘവ് ചന്ദയെ ആം ആദ്മി പാർട്ടി നീക്കിയിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ആം ആദ്മി നേതൃത്വവും രാഘവുമായി അത്ര നല്ല ബന്ധത്തിലല്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും കുറ്റവിമുക്തനാക്കിയ വേളയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയോ പ്രസ്താവനയിലൂടെയോ രാഘവ് പ്രതികരിച്ചിരുന്നില്ല. അന്നത്തെ രാഘവിന്റെ മൗനം ചില ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചില പരിപാടികളിലും അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2025 ഡൽഹി തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ശമ്പളത്തോടു കൂടിയ പിതൃത്വ അവധി, വിമാനത്താവളങ്ങളിലെ ഭക്ഷണത്തിന്റെ ഉയർന്ന വില തുടങ്ങിയ പൊതു താൽപര്യ വിഷയങ്ങളിലാണ് രാഘവ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആം ആദ്മിയുടെ പ്രധാന അജണ്ടകളിൽ നിന്നോ നേതാക്കളിൽ നിന്നോ അദ്ദേഹം വലിയ തോതിൽ വിട്ടുനിൽക്കുകയായിരുന്നു. ഗിഗ് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെ മോശമായ ട്രാഫിക് സാഹചര്യത്തെക്കുറിച്ചും അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു. ആർത്തവ ശുചിത്വം, ആരോഗ്യ, വിദ്യാഭ്യാസം, സമത്വം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം പാർലമെന്റിൽ കൂടുതലായി ഉന്നയിച്ചിരുന്നത്. പാർട്ടിയുടെ പ്രധാന വിഷയങ്ങളിൽ അദ്ദേഹം പുലർത്തിയ നിശബ്ദതയും ആസാമിലെ പാർട്ടിയുടെ സ്റ്റാർ ക്യാമ്പയിനർമാരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതും അദ്ദേഹം പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾക്ക് കാരണമായിരുന്നു. 2012 ദില്ലി ലോക്സഭാ ബില്ലിൽ അരവിന്ദ് കെജ്രിവാളിനൊപ്പം പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം കരിയർ ആരംഭിച്ചത്. ചാർട്ടേഡ് അക്കൗണ്ടായിരുന്ന ഇദ്ദേഹം പാർട്ടിയുടെ നാഷണൽ ട്രഷററും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായിരുന്നു. രാഘവ് ചന്ദയെ നീക്കുന്നതിന് പിന്നിലെ തീരുമാനത്തിന് പിന്നിലെ കാരണം ആം ആദ്മി പാർട്ടി ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. അച്ചടക്കമില്ലായ്മയും പാർട്ടി നയങ്ങൾ പാലിക്കാത്തതുമാണ് കാരണമെന്നാണ് ആരോപണം ആം ആദ്മി പാർട്ടി പറയുന്നത്. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പൊതുവിഷയങ്ങളിലടക്കം രാഘവ് ചന്ദ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സഭയിൽ ശക്തമായ പ്രതികരണമാണ് നടത്തിയിരുന്നത്. ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണ അദ്ദേഹത്തിന് തേടിയെത്തുകയും ചെയ്തു. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെ വഷളാകുന്ന ഗതാഗത സാഹചര്യവും താത്കാലിക ജോലിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കൽ തുടങ്ങിയ വിഷയങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. ആർത്തവ ശുചിത്വം, ആരോഗ്യം, വിദ്യാഭ്യാസം, സമത്വം എന്നിവയുടെ വിഷയമാണ് ചന്ദ കൂടുതലായിട്ട് പാർലമെന്റിൽ ഉന്നയിച്ചത്. കൂടാതെ ഈ അടുത്ത കാലത്താണ് മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ടെലികോം കമ്പനികൾ വെറും 28 ദിവസമാണ് റീചാർജിനായി ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. ബാക്കി വരുന്ന ഡേറ്റ, അതായത് ഒരു ദിവസത്തെ ഡേറ്റ കാലാവധി എന്ന് പറയുന്നത് 12 മണിയാണ്. അർദ്ധരാത്രി 12 മണി കഴിഞ്ഞാൽ ഉപയോഗിക്കാത്ത ഡേറ്റ അന്ന് രാത്രി തന്നെ തീരും. അത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു കാര്യമാണെന്നും, കൂടാതെ ഈ ബേക്കറികളിലടക്കം അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലടക്കം ഈ പാനീയങ്ങളിൽ ഫ്രൂട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കമ്പനികൾ അവകാശപ്പെടുന്നത് മുഴുവനും അതിൽ പഞ്ചസാര ലായനിയാണ്. അത് കുട്ടികൾ കുടിക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തിന് ദോഷകരമാണ് അല്ലെങ്കിൽ ഹാനികരമാണ്, അത് നിരോധിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ജനശ്രദ്ധ ആകർഷിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. ഇതൊക്കെ ആം ആദ്മി പാർട്ടിയെ വല്ലാത്ത വിരളി പിടിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.